ചൂരൽമലയിലെ ഷാജഹാൻ്റെ വീടിൻ്റെ ചില ഭാഗങ്ങളാണ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഷാജഹാന് നഷ്ടമായത് പ്രിയപ്പെട്ട നിരവധി കൂട്ടുകാരാണ്. അവിടെ ഒരു തെരച്ചിൽ നടക്കുന്ന വീട് ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെതായിരുന്നു. ആ ദിവസവും വിളിച്ചിരുന്നു എന്നാണ് ഷാജഹാൻ പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഹംസ. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ആദ്യം വിളിച്ചു. നല്ല മഴയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ ചോദിച്ചപ്പോൾ പറഞ്ഞു മഴയില്ല, അത്ര വലിയ മഴയൊന്നുമില്ല. ഞാൻ പറഞ്ഞു മാറാംസ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല ഷാജി, പ്രശ്നമാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സംഭവം അറിഞ്ഞ് അന്ന് ഞാൻ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് സംഭവം അറിഞ്ഞ ഉടനെ വെളുപ്പിന് 2 മണി മുതൽ ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഒരു വെളുപ്പിന് ഒരു 5-6 മണി വരെയും ഞാൻ അവനെ വിളിച്ചു. ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഈ നാസർ കെ സുദേവേട്ടനൊക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ സുദേവനും നാസറും തൊട്ടടുത്ത് തന്നെ. ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വളരെ അടുത്ത നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ദുരന്തം ഉണ്ടായതിനു ശേഷം എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്? ഞാൻ അന്ന് തന്നെ ദുരന്തം ഉണ്ടായെന്ന് തന്നെ ഇവിടെ തിരിച്ചെത്തി. തെരച്ചിലിൻ്റെ ഭാഗമായി വന്നത്. തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഹംസയും സുദേവനും നാസറും ഷെരീഫുണ്ട്, താഴെ എൻ്റെ വളരെ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രാവിലെ മുതൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. പക്ഷേ ഒന്നും ആയിട്ടില്ല. ഞാൻ എല്ലാ തെരച്ചിലിൻ്റെ ഭാഗത്തും പോയി നോക്കുന്നുണ്ട്, ആരെങ്കിലും കിട്ടുമെന്ന്. ആരും കിട്ടുന്നില്ല, ആരെയും കാണുന്നില്ലാത്തൊരു മാനസിക വിഷമത്തിലാണ്. നാസറിൻ്റെ മകൻ വന്നിരുന്നു, വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. നാസറിൻ്റെ മകൻ്റെ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ സുദേവൻ്റെ അനിയനെയും കണ്ടു. മുണ്ടക്കയിൽ ആലക്കൽ അലിക്കാൻ്റെ ഒരു മകനെ കണ്ടു. കാണുന്നവർക്കും തമ്മിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്ന രംഗങ്ങളെല്ലാം നാട്ടുകാരെ തമ്മിൽ കാണാൻ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രയാസം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ജീവിച്ചിരിക്കുന്നവരെ കാണുമ്പോഴുള്ള പ്രയാസങ്ങൾ. അതാണ് ഷാജഹാൻ പറയുന്നത്. അതായത് നാസറിനെയും സുദേവനെയും ഹംസയെയും ഒക്കെ ഷാജഹാന് നഷ്ടപ്പെട്ടു. ഇനി അവരുടെ മക്കളും ബാക്കിയുള്ള ചിലരുമൊക്കെ അവരെയൊക്കെ കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഓരോ തെരച്ചിൽ ഭാഗത്തും ഷാജഹാൻ ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുമോ എന്നുള്ളത്. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനാവുകയുള്ളൂ.